ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചാപ്റ്റർ വൈസ് നോക്കാം. ഓർഗാനിസം ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും ചുറ്റുപാടും. അപ്പോൾ ആദ്യത്തെ 2 പാർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ഹാബിറ്ററ്റിനെ കുറിച്ചും ഡിഫറെൻ്റ് ഹാബിറ്ററ്റും പിന്നെ എക്കോസിസ്റ്റം, അതിൻ്റെ ഡിസ്ട്രക്ഷൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പൊല്യൂഷനിൽ വന്നിട്ട് നോക്കാം. സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന്. സോയിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മണ്ണ് പൊല്യൂഷൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസ്, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, unscientific agricultural practices, spillage of chemical substances, construction and development, etc. Chemicals that flow into water also pollute the soil. അപ്പോൾ എന്തൊക്കെയാണ്? മണ്ണ് മലിനമാക്കുന്ന പ്രവൃത്തികൾ, കൃഷിയിടങ്ങളിൽ അമിതമായി കീടനാശിനി ഉപയോഗിക്കുന്നത്, അമിതമായ രാസവള പ്രയോഗം, പിന്നെ അശാസ്ത്രീയമായ കൃഷിരീതികൾ, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജലത്തിലേക്ക് ഒഴുക്കിവിടുന്ന രാസവസ്തുക്കൾ ഒക്കെ മണ്ണിനെ മലിനമാക്കാൻ കാരണമാകുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ്, എങ്ങനെയൊക്കെയാണ് മണ്ണ് മലിനമാകുന്നെന്നുള്ളത്. ഓക്കെ, പിന്നെ അതിലൊന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഫ്രണ്ട്സ് ഓഫ് ഫാർമേഴ്സ് മിത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? എർത്തുവോം, മണ്ണിര. സോയിൽ പൊല്യൂഷൻ അഫക്ട് ദ എക്കോസിസ്റ്റം. മണ്ണു മലിനീകരണം ആവാസ വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു? അപ്പോൾ സോയിൽ പൊല്യൂഷൻ എക്കോസിസ്റ്റത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. സോയിൽ പൊല്യൂഷൻ ഡിസ്ട്രോയ്സ് ദ നാച്ചുറൽ സ്ട്രക്ചർ ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. സോയിൽ പൊല്യൂഷൻ ഈസ് ഹാംഫുൾ ടു യൂസ്ഫുൾ ക്രീച്ചേഴ്സ് ലൈക്ക് എർത്ത്വാംസ്. മണ്ണിന്റെ സ്വാഭാവിക ഘടനയെയും ഫലഭൂഷ്ഠതയെയും നശിപ്പിക്കുന്നു. മണ്ണിര പോലുള്ള ജീവികൾക്ക് മണ്ണ് മലിനീകരണം ദോഷകരമായി ബാധിക്കുന്നു. അപ്പൊ കർഷകരുടെ മിത്രം എന്നാണ് നമ്മൾ മണ്ണിരെ അറിയപ്പെടുന്നത്. അപ്പോൾ മണ്ണ് മലിനമായാൽ അതുപോലെയുള്ള ഈ മണ്ണിര പോലുള്ള ജീവികൾ നശിക്കുന്നു. അതേ കണക്ക് മണ്ണിന്റെ ഫലപുഷ്ടിയും നഷ്ടപ്പെടും. അതത്രേ സോയിൽ പൊല്യൂഷനിൽ പറഞ്ഞാണ്. അടുത്തിനി എയർ പൊല്യൂഷൻ എത്ര? സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, 3 തരത്തിലുണ്ട് പൊല്യൂഷൻ. അതിൽ ആദ്യത്തെ പൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞ സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ ആരും മനസ്സിലായ? അടുത്ത് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് harmful effect on our health. Every year about 7 million people die in the world due to the various diseases caused by air pollution. Air pollution can have a harmful effect not only on humans but also on plants and animals. Harmful effects of air pollution are declining crop yielding, acid rain, global warming, ozone depletion, etc. അപ്പോൾ വായുമലിനീകരണം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഓരോ വർഷവും വായുമലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം 70 ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട്. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും സസ്യങ്ങളെയും വായുമലിനീകരണം ദോഷകരമായി ബാധിക്കുന്നു. കർഷക വിളകൾ കുറയുന്നു. ആസിഡ് മഴ, ആഗോളതാപനം, ഓസോൺ പാളിയുടെ നാശം എന്നിവയെല്ലാം വായുമലിനീകരണത്തിന്റെ ദോഷഫലങ്ങളാണ്. അപ്പോൾ വായുമലിനീകരണത്തിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക വിളകൾ കുറയുന്നു, ആസിഡ് മഴ പെയ്യുന്നു, ആഗോളതാപനം ഉണ്ടാകുന്നു, ഓസോൺ പാളിയുടെ നാശം എന്നിവ ഇതിന് കാരണമായി മാറുന്നു. ഹാർംഫുൾ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ആർ declining crop yields, acid rain, global warming, ozone depletion. Okay, അടുത്ത് നോക്ക്. ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷന്റെ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? വായു മലിനീകരണ സന്ദർഭങ്ങൾ എന്തെല്ലാണെന്ന് കണ്ടെത്താനാണ്. ബേണിംഗ് ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത്. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത്. സ്മോക്ക് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്, വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക. വൈൽഡ് ഫയർസ്,
കാട്ടുതീ, മൈനിങ്, പിന്നെ ഖനനം, ബേണിംഗ് ഫയർവുഡ്, വിറകടുപ്പ്, യൂസർ burning of agricultural crop residues, use of fireworks, smoke from industries, construction activities, volcanic eruption. ഇതൊക്കെ വ്യവസായശാലകളിൽ നിന്നുള്ള വിഷമയമായ പുക, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ, കരിമരുന്നിന്റെ ഉപയോഗം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം, രാസകീടനാശിനികളുടെ ഉപയോഗം, ഇതെല്ലാം വായു മലിനീകരണത്തിന് കാരണമാകുന്നതാണ്. 5 പഠിക്കണേ. ഓക്കെ, അടുത്തത് ഇൻ വിച്ച് സർക്കംസ്റ്റാൻസസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ്? ഇനി അടുത്ത മലിനീകരണം ഏതാണ്? വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഏതാണ്? സോയിൽ പൊല്യൂഷൻ, രണ്ടാമത് എയർ പൊല്യൂഷൻ, മൂന്നാമത് പഠിക്കുന്നത് വാട്ടർ പൊല്യൂഷൻ. നോക്ക്, ജലമലിനമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ത്രോയിങ് ഓർഗാനിക് വേസ്റ്റ് ഇൻ ടു വാട്ടർ സോഴ്സസ്, washing vehicles and bathing cattle in the river, dumping waste from factories, spraying pesticides in agricultural field. എന്തൊക്കെയാണ്? ജൈവ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ വലിച്ചെറിയുന്നത്, പിന്നെ പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും, ഫാക്ടറികളിൽ നിന്ന് മാലിന്യം തള്ളുന്നത്, കൃഷിയിടങ്ങളിൽ കീടനാശിനി തളിക്കൽ, മാംസ വിപണികളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം വലിച്ചെറിയുന്നത്. ഇതെല്ലാം നദികളിലെ, പുഴകളിലെ, തോടുകളിലൊക്കെ വലിച്ചെറിയുമ്പോഴത്തേക്ക് ഇതെന്തോന്നിന് കാരണമായി മാറുന്നു? ജലമലിനീകരണത്തിന് കാരണമായി മാറുന്നു. ഓക്കെ, water becomes polluted due to the presence of various chemical and organic substances. Polluted water causes various health issues and diseases. Waste from factories and houses, plastic waste, pesticides, other chemicals, petroleum, etc. cause water pollution. The decrease in the level of oxygen in water is due to pollution. അപ്പോൾ മെയിനായിട്ട് ഇതെല്ലാം വാട്ടറിലോട്ട് വിടുമ്പോഴത്തേക്ക് എന്തോന്നാണ് സംഭവിക്കുന്നത്? വാട്ടറിലുള്ള ഓക്സിജന്റെ ലെവല് കുറയും. അതെന്തോന്നേ? പൊല്യൂഷന് കാരണമാകും. ദിസ് ഈസ് എ ത്രെറ്റ് ടു ലീവ്സ് ഓഫ് ദ ഓർഗാനിസം ലിവിങ് ഇൻ വാട്ടർ. അങ്ങനെ വരുമ്പോഴത്തേക്ക് വാട്ടറിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങാൻ കാരണമാകുന്നു. ലിവിങ് ഇൻ വാട്ടർ, അങ്ങനെ വരുമ്പോഴത്തേക്ക് വാട്ടറിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങാൻ കാരണമാകുന്നു. വിവിധ രാസജൈവ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം ജലം മലിനമാകുന്നു. മലിനജലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്നു. വ്യവസായശാലകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കീടനാശിനികൾ, മറ്റു രാസവസ്തുക്കൾ, പെട്രോളിയം എന്നിവ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് ജലമലിനീകരണം മൂലമാണ്. ഇത് ജലത്തിൽ വസിക്കുന്ന ജീവികളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുന്നു. ഓക്കെ, അടുത്ത് നോക്ക്. ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ അഫക്റ്റ് ലിവിങ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ്? ജലമലിനമാകുന്നത് ജീവികളെയും മനുഷ്യരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു? ഡ്രിങ്കിങ് വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ്. Decrease in the level of oxygen water causes various water-borne diseases like cholera, typhoid, and jaundice. Destroys ecosystem. Chemicals that flow into water affect organisms, including humans, through plants and aquatic organisms. Chemicals that flow into water also pollute the soil. അങ്ങനെയൊക്കെ കുടിവെള്ളം മലിനമാകുന്നു. കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ പലതരത്തിലുള്ള ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ആവാസ വ്യവസ്ഥകൾ നശിക്കുന്നു. ജലത്തിൽ ഒഴുകി എത്തിച്ചേരുന്ന രാസവസ്തുക്കൾ സസ്യങ്ങൾ, ജലജീവികൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയിലെ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ ബാധിക്കുന്നു. ജലത്തിൽ ഒഴുകി എത്തുന്ന രാസവസ്തുക്കൾ മണ്ണിനെയും മലിനമാക്കുന്നു. ഓക്കെ, അടുത്ത വിച്ച് ആൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡു യു നോ? ഏതൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ലാൻഡ് സ്ലൈഡ്, എർത്ത് ക്വേക്ക്, ഫോറസ്റ്റ് ഫയർ, ഫ്ലഡ്, ഡ്രോട്ട്, സ്റ്റോം, സുനാമി, വോൾക്കാനിക് എറപ്ഷൻ. എന്തൊക്കെയാണ്? ഉരുൾപൊട്ടൽ, ഭൂകമ്പം, കാട്ടുതീ, വെള്ളപ്പൊക്കം, വരൾച്ച, കൊടുങ്കാറ്റ്, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം. ഇതെല്ലാം എന്തോന്നാണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്, പ്രകൃതി ദുരന്തങ്ങളാണ്. ഓക്കെ, അടുത്ത നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കോസ് great damage to the environmental and living things. Natural disasters can occur due to the natural causes or human interference. പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. സ്വാഭാവിക
കാരണങ്ങളാലോ മനുഷ്യന്റെ ഇടപെടൽ വഴിയോ പ്രകൃതി ദുരന്തം ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും ഉണ്ടാവാം, ചിലപ്പോൾ മനുഷ്യരുടെ ഇടപെടലുകൾ വഴി. എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, മനുഷ്യനുള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുമ്പോഴത്തേക്ക് അതുവഴി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ അടുത്ത് നോക്ക്, വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ എ ഫ്ലഡ് വാർണിംഗ് റിസീവ്ഡ്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ചാൽ എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണമെന്നാണ്. പീപ്പിൾ റിസൈഡിങ് along river banks should move to higher ground as fast as they can. പുഴയോരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണം. ഡു നോട്ട് സ്റ്റെപ്പ് ഇൻ ടു റിവേഴ്സ് ഇൻ എ ടൊറൻഷ്യൽ റെയിൻ. ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത്. ഡിസ്കണക്ട് ദ ഇലക്ട്രിസിറ്റി ഇഫ് വാട്ടർ എൻറ്റേഴ്സ് യുവർ ഹോം. വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാം? ജൈവ വൈവിധ്യ പാർക്ക് നിർമ്മിക്കൽ, പരിസര ശുചിത്വം ശീലമാക്കൽ, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കൽ, ഔഷധത്തോട്ട നിർമ്മാണം, കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കൽ, മാലിന്യ സംസ്കരണം, ജലാശയങ്ങൾ സംരക്ഷിക്കൽ, മരങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കൽ, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തൽ, പോസ്റ്റർ, ലഘുലേഖകൾ എന്നിവ തയ്യാറാക്കി ബോധവൽക്കരണം നടത്തൽ. ഇതെല്ലാം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് വി ക്യാൻ ഡു ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റ്? അഫോറസ്റ്റേഷൻ, make a medicinal plant garden, gardening, biodiversity park, creating environmental awareness, reduce the use of plastic materials, the use of the paper bags and ink pens, making posters and leaflets, cleaning the environment, conservation of water, organize orientation programs regarding environmental protection, creating awareness by preparing posters and ലീഫ്ലെറ്റ്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നെന്താണ്, there are systems to give a warning about natural precautions are taken based on these warnings. It is provide protection of life and environment. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ എടുത്താൽ ജീവനും പരിസ്ഥിതിക്കുമൊക്കെ സംരക്ഷണം നൽകാൻ കഴിയും. ഓക്കെ, എക്കോസിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം. അവർ എർത്ത്, അവർ ഫ്യൂച്ചർ, we ourselves are the protectors, let's follow green protocol. നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നാം തന്നെ സംരക്ഷകർ, പരിപാലിക്കാൻ നമുക്ക് ഹരിത ചട്ടങ്ങൾ. ഇതുവരെ ഇതേപോലത്തെ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത് നമുക്കിതിൽ വരുന്ന ലെറ്റേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് അത് നോക്കാം. കണക്ട് ദ ഓർഗാനിസം വിത്ത് ദെയർ ഹാബിറ്ററ്റ്സ്. ഓർഗാനിസവും അതിൻ്റെ ഹാബിറ്ററ്റ്സ് ഏതാണെന്ന് കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. വെയിൽ ഏതാണ് പറഞ്ഞത്? സമുദ്രം, ഓഷൻ. പെൻഗ്വിൻ ഏതാണ്? പോളാർ റീജിയൻ. സ്പോട്ടഡ് ഡിയർ ഫോറസ്റ്റ്. ക്യാമൽ ഡെസർട്ട്. അപ്പോൾ തിമിംഗലം സമുദ്രത്തിൽ, പെൻഗ്വിൻ ധ്രുവപ്രദേശം, പുള്ളിമാൻ വനം, ഒട്ടകം മരുഭൂമി. ഓക്കെ, അടുത്ത് നോക്കാം. വിസിറ്റ് ആൻ എക്കോസിസ്റ്റം ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഓർഗാനിസം ഫൈൻഡ് ഔട്ട് ദെയർ ഇന്റർഡിപ്പെൻഡൻസ്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തെ ഒരു ആവാസ വ്യവസ്ഥ സന്ദർശിച്ച് അവിടെ കാണപ്പെടുന്ന ജീവികളുടെ പേരെഴുതാനാണ്, അവയുടെ പരസ്പരാശ്രയത്വം കണ്ടെത്താനാണ്. എക്കോസിസ്റ്റം വിസിറ്റ്, നമ്മളിപ്പോൾ ഒരു ഫീൽഡ്, അതൊക്കെയാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. ഏതാണ്? വയലിൽ സന്ദർശിച്ചു എന്ന് വെച്ചോ. ലിവിങ് തിങ്സ് സോ ഇൻ ദ ഫീൽഡ്, അവിടെ കാണുന്ന ജീവനുള്ളവ അതൊക്കെ പറയാം. പ്ലാന്റ്സ്, പാഡി, റൈസ്, ഗ്രാസസ്, വീഡ്സ്, അതൊക്കെ പ്ലാന്റ്സിൽ വരാം. ഇൻസെക്ട്സിൽ ആൻഡ്, ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ ആൻഡ് ഗ്രാസ് ഹോപ്പർ വരാം. പിന്നെ ബേർഡ്സിൽ വരുന്ന ക്രെയിൻ, ക്രോ, സ്പാരോ, ഹെറോൺ, കിങ് ഫിഷർ, വാട്ടർ ഹെൻ, അതൊക്കെ വാട്ടർ ഹെൻ ഒക്കെ
അവിടെ കാണാം. അതർ ഓർഗാനിസം പിന്നെ ഏതൊക്കെ കാണാം? ഫ്രോഗ്, ക്രാബ്സ്, റാറ്റ്, സ്നേക്ക്. ഇതൊക്കെ നമ്മൾ ഒരു ഓർഗാനിസം ഒരു വയൽ സന്ദർശിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ജീവനുള്ള വസ്തുക്കളൊക്കെയാണ് ഇതൊക്കെ, അല്ലേ? നമുക്ക് അവിടെ സന്ദർശിച്ച ആവാസ വ്യവസ്ഥ വയലാണ്. അവിടെ എന്തൊക്കെ ജീവികളെ കാണാം? സസ്യങ്ങൾ, നെല്ല്, പുല്ലുകൾ, അതിന്റെ കളകളുണ്ടാവും, പ്രാണികൾ, ഉറുമ്പ് പ്രാണികൾ ഏതൊക്കെയാണെന്ന്, പക്ഷികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചെഴുതിയിരിക്കുകയാണ്. എന്നിട്ട് ദെയർ ഇന്റർ ഡിപ്പെൻസ്, അവയുടെ പരസ്പരാശ്രയത്വം. ഗ്രാസ് ഹോപ്പർ ആൻഡ് അതർ ഇൻസെക്ട്സ് ഈറ്റ് ദ പാഡി. ഗ്രാസ് ഹോപ്പർ മറ്റുള്ള ഇൻസെക്റ്റും പാഡി ഭക്ഷിക്കുന്നു. പിന്നെ എന്താണ്? ബേർഡ്സ് ഈറ്റ് ഇൻസെക്ട്സ് ലൈക്ക് ഗ്രാസ് ഹോപ്പർ ആൻഡ് ബട്ടർഫ്ലൈസ്. ബേർഡ്സ്, ബട്ടർഫ്ലൈസ് ഗ്രാസ് ഹോപ്പറിനെയൊക്കെ ഭക്ഷിക്കുന്നു. സം ബേർഡ്സ് ഈറ്റ് സ്മാൾ ക്രീച്ചേഴ്സ് ആൻഡ് ഫിഷ് ഇൻ ദ ഫീൽഡ്. ഫീൽഡിലുള്ള ചെറിയ ക്രീച്ചേഴ്സിനെ, ഫിഷിനെയും ഭക്ഷിക്കുന്നു. ഫ്രോഗ്സ് ആർ ദ ഈറ്റ് ഇൻസെക്ട്സ് ആൻഡ് ഫിഷ്. ഫ്രോഗ്സ് ഇൻസെക്ട്സിനെയും ഫിഷിനെയൊക്കെ ഭക്ഷിക്കുന്നു. അപ്പോൾ പാമ്പുകൾ, എലിയെ ഭക്ഷിക്കുന്നു. അങ്ങനെ ഓരോന്നിനും പരസ്പരാശ്രയത്വം ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ഈ ഒരു മോഡൽ എക്സസൈസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് എക്സാമിനൊക്കെ വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ. റീഡ് ദ ടേബിൾ ബിലോ ആൻഡ് കണക്ട് ദ ഓർഗാനിസം ആൻഡ് ഹിസ് അഡാപ്റ്റേഷൻസ് ആയിട്ട് കണക്ട് ചെയ്യാനാണ്. ആദ്യത്തെ ഫ്രോഗ് ഏതാണ്? ബ്രീത്ത് ത്രൂ ദ സ്കിൻ. അടുത്ത ഫിഷ്, ബ്രീത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസിന്റെ സഹായത്തോടെ ശ്വസിക്കുന്നു. ദ ലീവ്സ്, ആമ്പൽ എന്തുവാണ്? ലീവ്സ് ഹാവ് വാക്സി കോട്ടിംഗ്. ലീവ്സിൽ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടാകും. ക്യാമൽ ആണെങ്കിൽ പോസസ് ഫ്ലാറ്റ് ഫീറ്റ് ദാറ്റ് ഡു നോട്ട് സിങ്ക് ഇൻ സാൻഡ്. മണ്ണിൽ പൊതഞ്ഞു പോകാതിരിക്കാനുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഫീറ്റാണ് അവയ്ക്ക് ഉള്ളത്. പിന്നെ കള്ളിമുള്ളിച്ചെടി, കാക്ടസ് സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെം. അതിൻ്റെ സ്റ്റെമ്മിൽ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൻ്റെ നോട്ടുകൾ ഓൾമോസ്റ്റ് എല്ലാ നോട്ടുകളും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.